ഹലോ ഗൈസ്, ഈ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് ഒരുപാട് ദിവസമായിട്ടോ. അപ്പോൾ ഈ വീഡിയോയിലുള്ളവർ പലരും പല വഴിക്കും പോയിട്ടുമുണ്ട്. എനിക്കറിയില്ല, പക്ഷെ ഞാൻ എഡിറ്റ് ചെയ്ത് ഇടാൻ വൈകിപ്പോയതാണ്. ഇപ്പോൾ ഒരു ചക്ക കഴിക്കണമെന്ന് തോന്നി. ഇപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ വട്ടം കൂടി ഇരുന്ന് ചക്കയൊക്കെ വൃത്തിയാക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു അടിപൊളി സുഖമുള്ളൊരു ഏർപ്പാടാണ്. എന്നിട്ട് പരദൂഷണമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കന്നെ. വട്ടം കൂടി 10 പേര് കൂടുമ്പോൾ നമ്മൾ എന്തായാലും പറയുന്ന ആസ് യൂഷ്വൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് മടുത്ത്. എന്ത് കാര്യമാണ് ഇത്ര ചർച്ച ചെയ്യുന്നത്? ഞങ്ങൾക്ക് തന്നെ ഒരു ബോധമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി വട്ടം കൂടി ഇരുന്ന് ആരൊക്കെയോ എന്തൊക്കെയോ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഈ ചക്ക വൃത്തിയാക്കി അമ്മ അരിയാൻ തുടങ്ങിയത് കേട്ടോ. പക്ഷേ ഇതിലൊരു ട്വിസ്റ്റുണ്ട്. ഈ അമ്മ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ അവിടെ നിന്ന് എസ്കേപ്പ് ആയിരുന്നു. കാരണം എനിക്ക് പണിയെടുക്കാൻ എന്താണെന്നറിയില്ല, പണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലാസ്റ്റ് അമ്മ കുക്കറിലിട്ട് ചക്കയൊക്കെ വേവിച്ച സമയത്താണ് അമ്മ എന്നെ വിളിച്ച് പറഞ്ഞ് ഒരു തേങ്ങ ഒന്ന് ചിരവിത്താന്ന്. അതിനും എൻ്റെ ഒരു പ്രകസനം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ജസ്റ്റ് എന്തായാലും വല്ലപ്പോഴും പണിയെടുക്കുന്നതല്ലേ, അപ്പോൾ ഈ തേങ്ങ ചിരവെന്നൊന്ന് വീഡിയോ എടുത്തതാന്ന് പറഞ്ഞിട്ട് ഞാൻ അനിയത്തിയുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ വീഡിയോ എടുത്തു തന്ന്. ലാസ്റ്റ് നോക്കുമ്പോഴേക്കും ചക്കയെല്ലാം റെഡിയായി. അത് കഴിഞ്ഞിട്ട് എൻ്റെ പൊടി പോലും കണ്ടുപിടിക്കാൻ ഉണ്ടായിരുന്നില്ല. പിന്നെ എവിടെ നിന്നോ ചക്കയൊക്കെ പാവമായതിൻ്റെ മണം കേട്ടപ്പോൾ ഞാൻ വന്നു ഗൈസ്. പിന്നെ എങ്ങനെയാണ് തിന്നാതിരിക്കുകയെന്ന് പറഞ്ഞാൽ കുക്കറിൽ തന്നെ വാരി ഒരു സ്പൂൺ എടുത്ത് കഴിച്ച് പിന്നെ നല്ല സൂപ്പർ മാങ്ങച്ചാറും കൂട്ടി കഴിച്ചു കേട്ടോ. ഞാൻ ഫസ്റ്റ് വിചാരിച്ചു മാങ്ങച്ചാറ് കൂട്ടി ഇത് കഴിക്കുമ്പോൾ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. എന്താ പറയുക, അമ്മ കുറച്ച് ചക്കക്കുരുവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പാവം ചക്കയ്ക്ക് സങ്കടം വരണ്ടെന്ന് പറഞ്ഞിട്ട് ഇട്ടതാ അത്രേ, ചക്കക്കുരുവിനും കൂട്ടത്തിട്ടോ. അപ്പോൾ എൻ്റെ തീറ്റ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് റെസിപ്പി ഒന്നും അറിയില്ല. എപ്പോഴെങ്കിലും റെസിപ്പി കിട്ടുകയാണെങ്കിൽ ഞാൻ ഉറപ്പായി ഇതിനെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ബൈ ഗൈസ്.